അഭി പറയും നാളെ കാശും കൊണ്ട് ഞാൻ പോകാമെന്ന് പറയും. അമല് പറയും അഭിയേട്ടൻ്റെ കൂടെ ഞാനും വരാം, വല്ല ചതി ഉണ്ടെങ്കിലോ എന്ന് പറയും. അഭി പറയും അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേര് പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ മാത്രം പോകുന്നതല്ലേ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം, സ്വത്തൊക്കെ ഷെയർ ചെയ്യണമെന്ന് പറയും. അമലേക്കും പെട്ടെന്ന് തന്നെ എന്തിനാ അഭിയേട്ട ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയും അജയ്ക്ക് പണത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, അവൻ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അമല് പോയി കഴിയുമ്പോൾ ജാനകി ചോദിക്കും തനിച്ചേ പോകുന്നുള്ള തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല അല്ലേ? അഭി പറയും ഇല്ല. ജാനകി അഭിയെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. രാധാമണി പറയും ഒന്നുകൂടെ ശ്രമിച്ചു നോക്കുമെന്ന് പറയും. ജാനകി പറയും ഞാൻ ഇപ്പോൾ കുറേ തവണ വിളിച്ചില്ലേ, കിട്ടുന്നില്ല എന്ന് പറയും. ആ സമയത്ത് അഭി ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണ്. അഭി വളരെ സന്തോഷത്തിൽ ഇങ്ങനെ പറയും ഓപ്പറേഷൻ സക്സസ്, അജയ്യെ തിരിച്ചു കിട്ടി, സക്കീർ ഭായ് എല്ലാം ഡീൽ ചെയ്തു എന്നൊക്കെ പറയും. ഞങ്ങൾ ഇപ്പം തന്നെ തിരിക്കും, ഇനി എയർപോർട്ടിൽ എത്തേണ്ട താമസമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറയും. അപർണ ഇതൊക്കെ കേട്ടിട്ട് ജാനകിയോട് പറയാണ് അജയ് ഒരു ഒന്നാം തരം ഫ്രോഡാണ്, നിങ്ങളൊക്കെ അവൻ്റെ വലയിൽ വീണുവെന്ന്. ഈ ശുഷ്കാന്തിയൊക്കെ എൻ്റെ ജീവിതത്തിൽ നീ കാണിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഡിവോഴ്സിലെ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന അനിയനെ പിന്തിരിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞോ? കോർട്ടിൽ നിന്ന് നോട്ടീസ് വന്നാലും അപർണ പോകുന്നത് നീ കരുതണ്ട ജാനകി, നിങ്ങളെയൊക്കെ എത്ര അപമാനിക്കാൻ കഴിയോ അത്രയും ഞാൻ ചെയ്യുമെന്നൊക്കെ അപർണ പറയും. ജാനകി പറയും നിനക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നീ ചെയ്യ്, കുറേ നാളത്തേക്കൊന്നും ഉണ്ടാവില്ല, അണയാൻ പോകുന്ന തീയാണ് നീ. അപർണ രാധാമണിയോട് ചോദിക്കും എന്താ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം? രാധാമണി ചോദിക്കും എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ, ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ. അപർണ ഇങ്ങനെ മനസ്സ് പറയും ഇവർ ശരിക്കും ആരാ, ജാനകി എന്തിനാ ഇവരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അപർണ വീട്ടിൽ ചെന്നിട്ട് തമ്പിയോട് അജയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. തമ്പി പറയും അവനങ്ങനെ 25 കോടി തട്ടിയെടുത്തല്ലേ, നമുക്കറിയില്ലേ അജയ് പണം കണ്ട കമിഴ്ന്ന് വീഴുന്നു. അപർണ പറയും ഇനി അജയ് വന്നാൽ അജയുടെ ഷെയറും വിൽക്കും, പിന്നെ അജയ് ഇവരാരും കാണില്ല, അതാണ് അച്ഛാ സംഭവിക്കാൻ പോകുന്നത്. തമ്പി ചോദിക്കും അമല് കൊടുത്ത ഡിവോഴ്സ് കേസ് എന്തായി, അത് പിൻവലിക്കാൻ നോക്കുന്നുണ്ടോ? അഭിയും ജാനകി എന്ത് പറയുന്നു? അവരത് പിൻവലിക്കാൻ പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപർണ പറയും അഭിയും ജാനകിയൊന്നും ഇതറിഞ്ഞിട്ടില്ല, ഇത് അമല് സ്വന്തം തീരുമാനിച്ചതാ, അവൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, അഭി എന്നോട് റൂമിൽ പോകാൻ പറഞ്ഞു എന്ന് പറയും. എങ്ങനെയുണ്ട്? അമലാണെങ്കിൽ പിണങ്ങി പോവുകയും ചെയ്തു. തമ്പി പറയും നീ അങ്ങനെ ചിന്തിക്കരുത്, അഭിയും ജാനകി അറിയാതാണ് അവൻ ഡിവോഴ്സിന് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ അത് രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനം. സുന്ദരാമ പറയും ഇത് തന്നെ ഞാൻ ഇവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കോടതി കേസ് വിളിച്ചാൽ നിനക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഇനിയെങ്കിലും നിന്റെ അഹങ്കാരം ഒന്ന് നിർത്ത്, നിന്റെ അച്ഛനെ വിശ്വസിച്ച് നീ നശിപ്പിച്ച് കളയുന്നത് നിന്റെ ഭാവിയാണ്, ഒടുവിൽ നിനക്ക് ആരും ഉണ്ടാവില്ല, ഏത് സമയവും പൊട്ടിപ്പോകുന്ന ഒരു ബലൂണ് മാത്രമാണ് നിന്റെ അച്ഛൻ. തമ്പി ഒരു എടിയടി നീ പറഞ്ഞു മേലോട്ട് പോലെ. വസുന്ധരാമ പറയും സ്വന്തം അച്ഛനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്ന് അവൾ അറിയട്ടെ. അപർണ ചോദിക്കും എന്താ അച്ഛൻ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? തമ്പി പറയും ഞാൻ അമ്മലിനെ കണ്ട് സംസാരിക്കാത്തതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും. അപർണ പറയും അമ്മ പറയുന്നത് സത്യമല്ലേ, അച്ഛൻ ഈ കേസ് വന്നിട്ട് അമലിനോടൊന്ന് സംസാരിക്കാൻ ആ വീട്ടിലേക്കൊന്ന് വന്നോ? വസുന്ധരാമ പറയും നിന്റെ അച്ഛൻ അളകാപുരിയിലേക്ക് ചെന്നാൽ വിവരം അറിയും. തമ്പി പറയും ഇനി നീ സംസാരിച്ചാൽ നിന്റെ ചെവിടായിട്ട് ചെയ്യാൻ പൊട്ടിക്കും, മുന്നിൽ നിന്ന് പോകുന്നു പറയും. വസുന്ധരാമ പോയി കഴിയുമ്പോൾ അപർണ ചോദിക്കും എന്താ അച്ഛൻ ഇങ്ങനെ, അമ്മ എന്തോ മറച്ചു വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ, എന്തോ വലുത് വരാനുള്ളത് പോലെ. തമ്പി പറയും ഡിവോഴ്സ് കേസ് വന്നത് മുതൽ എന്നെ കുറ്റപ്പെടുത്താനേ നിന്റെ അമ്മയ്ക്ക് നേരമുള്ളൂ, ഞാൻ നിന്റെ ഭാവി നശിപ്പിച്ച് കളയാണെന്നാണ് നിന്റെ അമ്മ പറയുന്നത്. ഞാൻ വിളിച്ചിട്ട് അമല് ഫോൺ എടുക്കുന്നില്ല, കട്ട് ചെയ്ത് കളയാ. കുടുംബ കോടതി കയറി ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല പെൺകുട്ടികൾക്ക് ചേർന്ന പണിയല്ല, നിനക്ക് മാത്രമേ ഇതിന് പ്രതിവിധി കണ്ടെത്താൻ കഴിയൂ. അപർണ വയ്ക്കും ഞാനെന്താ ചെയ്യേണ്ടത്? തമ്പി പറയും അജയെ പോലെ നീയും നല്ല പിള്ള ചമയണം, നീ അത് ചെയ്തില്ലെങ്കിൽ അവൻ ആ വീട് വിട്ടു പോകും, പിന്നെ നീ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അവൻ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. നിലനിൽപ്പിന് വേണ്ടി ചില സമയത്ത് നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും, നീയുന്നത് എഴുന്നേൽക്കാനാണെന്ന് മനസ്സിലുണ്ടായാൽ മതി, വാശിയും വൈരാഗ്യമൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയമായി, നിനക്കൊരു ജീവിതം വേണ്ടേ, നീ നന്നായിട്ടൊന്ന് ആലോചിക്ക്, നിനക്ക് വേണ്ടത് നല്ലൊരു ജീവിതമാണ്. അച്ഛനും എല്ലാം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. രാധാമണി ഒരു ചായയായിട്ട് അമലിൻ്റെ അടുത്തേക്ക് വരികയാണ്. അമല് പറയും എൻ്റെ മനസ്സിലുള്ളത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? രാധാമണി പറയും ഒരു സ്ട്രോങ് ചായ കിട്ടിയിരുന്നെങ്കിൽ എന്നല്ലേ ആലോചിച്ചത്. അമലിങ്ങനെ ചിരിക്കും, എന്നിട്ട് പറയും എൻ്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ പരിഗണിച്ചിട്ടില്ല, അമ്മയും മുത്തശ്ശിയെയും പോയി കണ്ടിരുന്നോന്നൊക്കെ ചോദിക്കുമ്പോൾ അമല് പറയും വാരസ്യാർ പറഞ്ഞാൽ പിന്നെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അവരെയൊക്കെ പോയി കണ്ടു എന്ന് പറയും. മുത്തശ്ശിയുടെ സ്വഭാവം ഒന്നും മാറില്ല, അമ്മ അവിടെ ഹാപ്പിയാണെന്നാണ് തോന്നുന്നത്. രാധാമണി പറയും ഹാപ്പിയൊന്നല്ല, ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, തറവാടിൻ്റെ അറ്റകുറ്റപ്പണികളുടെ കാര്യമല്ലേ, അതൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല എന്താ ഉദ്ദേശം, ഇവിടുന്ന് മാറാനാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങോട്ട് വരും, ഒന്ന് മാറി നിൽക്കണം എന്ന് പറയും. രാധാമണി പറയും അങ്ങനെയൊന്നും എനിക്ക് ഇപ്പോൾ ഇല്ല. ആ സമയത്ത് അങ്ങോട്ട് അപർണ വരികയാണ്. രാധാമണി പോയി കഴിയുമ്പോൾ അപർണ അമലിനോട് പറയും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അമൽ പറയും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, കേൾക്കാനും താല്പര്യമില്ല. അപർണ പറയും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാ. കോംപ്രമൈസോ? എന്ത് കോംപ്രമൈസ്? കോംപ്രമൈസായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഇതൊക്കെ കേട്ടിട്ട് നിന്റെ അച്ഛനൊന്ന് ചോദിച്ചത് പോലും ഇല്ലല്ലോ, ദിവസമായിട്ട് മറ്റൊരാൾക്ക് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കാത്തിരിക്കുകയായിരിക്കും.
അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് പോവുകയും ചെയ്യാം. വിവാഹം എന്ന് കേട്ടാൽ തന്നെ പേടിയാ. നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാനുള്ള വഴിയാ ഇനി നോക്കേണ്ടത്. ഇതെൻ്റെ വീടല്ല, എൻ്റെ തറവാടും അല്ല. എന്നിട്ടും നിന്നെ ഇവിടെ നിർത്താൻ ഇവിടെ ഉള്ളവർ മനസ്സ് വെക്കുന്നതിൻ്റെ കാരണം നീ നിൻ്റെ അച്ഛനോട് പോയി ചോദിക്കുക. അതിൻ്റെ ഉത്തരം കേട്ടാ പിന്നെ നീ ഇങ്ങോട്ട് വരില്ല. പറ്റുന്നെങ്കിൽ മനസ്സ് പറയും, അവനെന്താ അങ്ങനെ ചോദിച്ച്. ഇപ്പം അച്ഛനും എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. അബി അജയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ജാനകി വന്ന് അജയോട് വയ്ക്കും, അവർ നിന്നെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തോ? അജയ് പറയും, ഒന്നും ചെയ്തിട്ടില്ല. പൊന്നു വരുമ്പോൾ അജയ് എടുത്തിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കും. പൊന്നു പറയും, അജയ് ചെറിയച്ചൻ എന്നെ എടുത്തിട്ട് കുറേ നാളായി. അജയ് പറയും, ഇനി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. അജയ് ജാനകിയോട് പറയും, ഞാൻ എടുത്തിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഞാൻ മാപ്പ് പറയാം. ഇതെൻ്റെ ഒരു അഭിനയമായിട്ട് നിങ്ങളാരും കാണരുത്. നിങ്ങളൊന്നുമില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഓടി ഓടി ഞാൻ തളർന്നു വീണത് അഭിയേട്ടൻ്റെയും ജാനകിയേട്ടൻ്റെയും കാൽച്ചോട്ടില്ല. അഭിയേട്ടൻ അമലിനെ പോലെ എന്നെയും കൂടപ്പുറപ്പായിട്ട് കാണണമെന്ന് അജയ് പറയുമ്പോൾ അബി അജയെ കെട്ടിപ്പിടിക്കുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് ശാന്തി സമാധാനമൊക്കെ തിരിച്ചു വന്നതിൻ്റെ തുടക്കമായിരിക്കും ഇത്. നീ ഇങ്ങോട്ട് തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ അച്ഛൻ്റെ ആത്മാവായിരിക്കും. അമൽ പറയും, നിരഞ്ജനടുത്തി കൂടി അജയേട്ടനെ മനസ്സിലാക്കിയാൽ നല്ലത്. അജയ് പറയും, ഇനി നിരഞ്ജനയുടെ മുന്നിലേക്ക് ഞാൻ പോയില്ല. അവൾക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ അതിനൊരുക്കുകയാണ്. എല്ലാത്തിനും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അജയ് പോയി കാണുമ്പോൾ അമൽ പറയും, നിരഞ്ജന അടുത്തിൻ്റെ പ്രശ്നം കൂടി സോൾവ് ആയാൽ ഇവിടെ സമാധാനമായിരുന്നു എന്ന് പറയും. എനിക്ക് പറയും, ആ കൂട്ടത്തിലെ അപർണയും കൂടി റെഡി ആവാനുണ്ട് എന്ന് പറയും. അമൽ ഈ കാര്യം രാധാമണിയോട് ഒന്നുകൂടി പറയുമ്പോൾ രാധാമണി പറയും, ഒക്കെ ശരിയാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ പറയും. എന്നെപ്പോലെ പത്തരമാറ്റായ ചെറുപ്പക്കാരനെ ദൈവം ഇനി പരീക്ഷിക്കില്ല. അമലേക്കും വാരസ്യാരമ്മയ്ക്ക് വേറൊന്നും പറയല്ലേ. രാധാമണി പറയും, മോൻ കണ്ടോ